SJR കുമാർ, വളരെ സഹിഷ്ണുതയോടുകൂടി ഞാൻ കേട്ടിരുന്നു. പരമാവധി അവസരം കൊടുത്തു, ഒന്നിനും കൃത്യമായ മറുപടി ഇല്ല. പക്ഷേ ഇതൊക്കെയാണെങ്കിലും സർക്കാരും ദേവസ്വം ബോർഡും പറഞ്ഞതിനേക്കാളൊക്കെ എന്തൊക്കെയോ പറഞ്ഞൊപ്പിക്കാൻ ശ്രീ M. ജയചന്ദ്രൻ ശ്രമിച്ചു എന്ന് പറയാം. ലാസ്റ്റ് വേർഡ് 2 മിനിറ്റ് മാത്രം ശ്രീ SJR കുമാർ. ബഹുമാനപ്പെട്ട ശ്രീ ജയചന്ദ്രൻ ചരിത്രത്തെക്കുറിച്ച് വളരെ വിശദമാക്കി. പക്ഷേ ഇത് സമയക്കുറവ് മൂലം എനിക്ക് അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, മറ്റൊരു ദിവസം ചരിത്രപരമായിട്ട് മാത്രം സംസാരിക്കുന്ന ഒരു വേദി നമുക്കൊരുക്കിയാൽ തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യങ്ങളൊക്കെ അവിടെ അവതരിപ്പിക്കാം. ഇന്ന് വലിയ സമയമില്ല. രണ്ടാമത്തെ കാര്യം, ഈ കേരള സർക്കാർ, ഇടതുപക്ഷ സർക്കാരും അതുപോലെ ഇടതുപക്ഷ പാർട്ടി, പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈശ്വരവിശ്വാസികളല്ലെന്നും അതുപോലെ തന്നെ ഇതുവരെ അവർ ശബരിമലയ്ക്ക് നേരെ അല്ലെങ്കിൽ ശബരിമലയ്ക്ക് അനുകൂലമായിട്ട് യാതൊരു നടപടി എടുത്തിട്ടില്ല എന്നും വിശ്വാസി സമൂഹത്തെയും സനാതനധർമ്മത്തെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിരന്തര നടപടികളിൽ കൂടെ അവർ സഞ്ചരിക്കുന്നവരാണെന്നും ഒക്കെ ഉള്ള കാര്യം നമ്മുടെ എല്ലാം മുന്നിലുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരെന്തെല്ലാം ഇനി പറഞ്ഞെന്ന് പറഞ്ഞാലും ശരി, വിശ്വാസി സമൂഹത്തിന് ഒരിക്കലും ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് വളരെ ആശങ്കയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. പിന്നെ ഇതൊരു നിക്ഷേപ സംഗമം പോലാണ്. കേരളത്തിൽ ഈ സർക്കാർ നടത്തിയ നിക്ഷേപ സംഗമത്തിൻ്റെയൊക്കെ അവസാനം എന്ത് സംഭവിച്ചു നമുക്ക് ഒരു നയാ പൈസ പോലും ഒരു നിക്ഷേപം ഒരിടത്തുനിന്നും കൊണ്ടുവരാൻ പറ്റിയില്ല. കോടാനുകോടി രൂപ ചിലവാക്കി. ഏതാണ്ട് ഈ സംഘവും ഇതുപോലെ തന്നെ അവസാനിക്കും. ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ, ഇനിയും കൂടുതൽ പ്രശ്നങ്ങളുണ്ടാക്കാതെ ഈ കോടതി പറഞ്ഞ രീതിയിലുള്ള പമ്പയുടെ എല്ലാ പവിത്രതയും ഒക്കെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് അവിടെ എത്തുന്ന അയ്യപ്പഭക്തന്മാർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ, സനാതനധർമ്മത്തെ ചോദ്യം ചെയ്യാതെ, വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യാതെ നിങ്ങളുടെ ഉദ്ദേശം നടപ്പാക്കാൻ നിങ്ങൾ ശ്രമിക്കുക. അത് നമുക്ക് വിരോധമില്ല. പക്ഷേ അതൊരിക്കലും അത് ഫലം ചെയ്യില്ല. കാരണം ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ വികസനത്തിന് വേണ്ടി ഒരു 2 മണിക്കൂർ അല്ല 3 മണിക്കൂർ 3000 പേരെ ആരൊക്കെയോ വിളിച്ചു കൂട്ടിയിരുത്തി ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്ന ഒന്നല്ല വികസനം. നിങ്ങളുടെ മുന്നിൽ തന്നെയുള്ള വികസന രേഖകളൊന്നും നിങ്ങൾ നടപ്പാക്കിയിട്ടില്ല. ഈ വികസനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ എന്ന് വെച്ചാൽ ഫണ്ട് നിങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ എന്ത് വികസനമാണ് ഇവിടെ വരുന്നത്? അതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളുടെ ഈ വിഷയത്തിൽ ഇപ്പോഴൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് 20-ാം തീയതിയിലത്തെ പരിപാടി എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കിക്കാണാം. അയ്യപ്പൻ്റെ അനുഗ്രഹത്താൽ ഇതെല്ലാം വേണ്ട തരത്തിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ പോകട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്ക് ഈ സമയത്ത് പറയാറുള്ളൂ.